നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടായിരിക്കും. കാരണം എല്ലാം മുൻകൂട്ടി അറിയുകയാണെങ്കിൽ പല രീതിയിലും നമുക്ക് ശരിയായ രീതിയിൽ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് തൊടുകുറിയിലൂടെ പരാമർശിക്കുന്നത്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനായി ആദ്യം തന്നെ നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഇതിൽ ഒന്നാമത്തെ ചിത്രം കുങ്കുമമാണ്, രണ്ടാമത്തെ ചിത്രം മഞ്ഞളാണ്. ഇനി ചിത്രത്തിൽ ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ട ദൈവങ്ങളെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. എല്ലാവർക്കും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രമായ കുങ്കുമമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ്. ദേവീ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ട്, പലതവണ അർത്ഥമാക്കുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നു സമയം തന്നെയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഭാഗ്യങ്ങൾ വന്നു ചേരുക. കൂടാതെ മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിലൂടെ നിങ്ങൾക്ക് സന്തോഷം വന്നു ചേരുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ആ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണിത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അത് ദൂരദേശത്തേക്കുള്ള യാത്രകളോ അതല്ല എങ്കിൽ വിദേശത്തേക്കുള്ള യാത്രകളോ ആകാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് അധികം ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ശത്രുക്കളിൽ പലരെയും നിങ്ങൾ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത്തരത്തിൽ ഒരു പ്രശ്നം നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്ന് തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്കകം തന്നെ മറഞ്ഞിരിക്കുന്ന ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് തൊടുകുറി ഫലം പറയുന്നത്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ഗുണഫലങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. കാരണം ശത്രുക്കളെ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് അവരെ ഒഴിവാക്കുന്നതിനും അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഈ സമയം പ്രാധാന്യമായും ശ്രദ്ധിക്കേണ്ടത് മറ്റു ചില കാര്യങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോഴും 2 വട്ടം ആലോചിക്കുക എന്ന് പറയാറുള്ളതാണ്. എടുത്തുചാടി തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ശത്രുക്കൾ തിരിച്ചടി നേരിടുവാൻ പോകുന്ന അവസ്ഥയാണ് ഇനിയുള്ള സമയം എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഊർജം ദേവീ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി വന്ന് ഭവിക്കുകയും അത് കാരണം ശത്രുക്കൾക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് ധനപരമായതും അല്ലാത്തതുമായ ചില നേട്ടങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും.
ശത്രുദോഷം മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യും. ദേവിയുടെ ശിക്ഷയാൽ ശത്രുക്കൾക്ക് ജീവിതത്തിൽ ഓരോരോ ദിവസങ്ങളിലും പല പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. നിങ്ങൾക്ക് ദേവി കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ശത്രുക്കൾക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അക്കാര്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പഠനം നടത്തിയ ശേഷമേ ആ കാര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നത് നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെയല്ല എങ്കിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി സാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല അനുയോജ്യമായ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വന്നു ചേരുന്ന സമയങ്ങളിൽ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ ഒരു അവസ്ഥയും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദേവി കടാക്ഷമുള്ളതിനാൽ തന്നെ ഏതൊരു കാര്യത്തെ സമീപിക്കുമ്പോഴും ദേവിയെ മനസ്സിൽ അറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് ഒരു ദിശാബോധം ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പായതാണ്. ഇപ്പോൾ മാറി നിൽക്കുന്നതിലൂടെ പലവിധമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലാണ്. ഇതിനാൽ ഈ സമയം നിങ്ങൾ ഏതൊരു കാര്യത്തെയും ധൈര്യത്തോടെ നേരിടുക എന്നുള്ളതാണ്. ശരിയായ രീതി മുൻപ് നടന്ന പല കാര്യങ്ങളും ആലോചിച്ച് നടന്നുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ വിഷമിക്കുന്നു എങ്കിൽ അത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. അതായത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും പരിഹരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ചിന്തിക്കേണ്ടത്. പല അവസരങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഉപദേശം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്ന ഉപദേശങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വന്തമായി പല കാര്യങ്ങളും വിശകലനം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നതും ഏറെ ശുഭകരമാണ്. കുടുംബമായി ബന്ധപ്പെട്ടും അല്ലാതെയും നിങ്ങൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനുള്ള സമയം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരം തന്നെയാണ്. സംസാരവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ശത്രുക്കൾ വർദ്ധിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്കിൽ ഭാവിയെക്കുറിച്ച് പലവിധത്തിലുള്ള ആശങ്കകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ ആവശ്യം. ഇത്തരം ആശങ്കകൾ ഉണ്ട് എങ്കിൽ നെഗറ്റീവ് ഊർജം കൂടുവാനും അതിനാൽ ഇത്തരം കാര്യങ്ങൾ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഏറ്റവും ഉചിതമായിരിക്കും. ഈശ്വര കടാക്ഷം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ചിരിക്കുന്ന സമയം തന്നെയാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. കൂടെയുള്ളവരുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാം. അതിനാൽ മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. രണ്ടാമത്തെ ചിത്രമായ മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരും ആഗ്രഹത്തിന് വേണ്ടി നന്നായി പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും എടുത്തുചാടി തീരുമാനം എടുക്കുന്നതിനാൽ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
അതിനാൽ ഏതൊരു കാര്യത്തിനും അല്പം സമയം എടുത്തുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരം. ഒരിക്കലും എടുത്തുചാടി തീരുമാനം എടുക്കുവാൻ പാടില്ല എന്ന കാര്യമാണ് പ്രത്യേകം ഓർക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലും ദേവീകടാക്ഷം വന്നു ഭവിക്കുന്ന സമയം തന്നെയാണിത്. ഈ സമയത്തും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ടു പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. നഷ്ടങ്ങൾ പല രീതിയിലും സംഭവിക്കാനുള്ള സാധ്യത ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എന്നാൽ ഇത്തരം നഷ്ടങ്ങൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പല തടസ്സങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പഴയ കാര്യങ്ങൾ തിരിച്ചു വരണമെന്നും പഴയ രീതിയിൽ മുന്നോട്ട് വരണമെന്നും അതിയായി ആഗ്രഹിക്കുന്നവരാണ്. അതായത് വളരെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിനായുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ദേവീകടാക്ഷത്താൽ പല കാര്യങ്ങളും അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്. ശരിയായ രീതിയിൽ തീരുമാനം എടുക്കുവാനും അതിലൂടെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അതല്ല എങ്കിൽ തടസ്സങ്ങൾ വന്നു ചേരുവാനും നഷ്ടങ്ങൾ വന്നു ഭവിക്കാനും സാധ്യത കൂടുതലാണ്. അതിനാൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് അനുകൂലമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആ കാര്യവുമായി മുന്നോട്ടു പോവുക. അനുകൂലമല്ല എങ്കിൽ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക എന്നതാണ് ഏറ്റവും ശുഭകരം. നിങ്ങളുടെ മനസ്സിൽ നടക്കാത്ത പല ആഗ്രഹങ്ങളുമുണ്ട്. അത്തരം ആഗ്രഹങ്ങളെല്ലാം നടപ്പാക്കുന്നതിനു വേണ്ടി നന്നായി പരിശ്രമിക്കുകയും തുടർന്ന് ആഗ്രഹങ്ങൾ നടക്കാതെ വന്നപ്പോൾ നിരാശയുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സമയം അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ്. എന്നാൽ ദേവീകടാക്ഷമുള്ളതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാനോ അതല്ല ഇതിന് ഫലപ്രദമായി തന്നെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും ദേവിയെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ്. സമയം ചെല്ലുന്തോറും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങളും നല്ലതായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ്. പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് അനുകൂലമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കാലക്രമേണയുള്ള ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നത് എല്ലാവരും ഓർക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നതിലൂടെ ദേവീകടാക്ഷം ഉള്ളതുകൂടി നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ രീതിയിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് വാസ്തവം തന്നെയാണ്. അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് തന്നെ ചെയ്യും. വലിയ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനുള്ള സാധ്യത അടുത്തു തന്നെ ഉണ്ടാകും എന്ന് ഓർക്കുക. എന്നാലും നിങ്ങളുടെ പരിശ്രമം വിട്ടുകളയാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നത് നിങ്ങളുടെ പ്രധാന പ്രശ്നമാണ്. എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാണ്. കൂടാതെ പുതിയ രീതിയിലുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കാനുള്ള അവസരങ്ങളായി മാറും എന്നുള്ളതും സത്യം തന്നെയാണ്. വളരെയധികം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സമയം തന്നെയാണ്.
തീർച്ചയായും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകുവാനും ജീവിത വിജയം നേടുവാനും സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത്.